എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ചോറിനും കഞ്ഞിക്കും കപ്പയ്ക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇഷ്ടമല്ലെന്ന് ട്രൈ ചെയ്യാൻ മറക്കരുത്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ചെറിയുള്ളിയാണ്. ഞാനിപ്പോൾ ഒരു 10-25 ചെറിയുള്ളി നന്നായിട്ട് വൃത്തിയാക്കി ഒന്ന് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് ഏറ്റവും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ചെറിയുള്ളി ആയിരിക്കാം. പിന്നെ നിങ്ങൾക്ക് കയ്യിൽ അധികം ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ സവാള വെച്ചിട്ടായാലും ചെയ്തെടുക്കാം. അതിൻ്റെ റെസിപ്പി ഞാൻ വേറെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിരിക്കുക, അല്ലെങ്കിൽ താഴെ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിലിട്ടിട്ടല്ല അത് ചതച്ചെടുക്കുന്നത്, ഇടികല്ലിൽ വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. നന്നായിട്ട് ചതച്ചെടുക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ചേർക്കുന്നുണ്ട്. ഒത്തിരി വേണ്ട, കുറച്ച് മതി. ഒരു 2-3-4-5 തിളക്ക് മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇടികല്ലി ഇല്ലാത്തവർ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, വേറെ നിവൃത്തിയില്ലല്ലോ. അപ്പോൾ അതവിടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വിനാഗിരിയാണ് ചേർക്കുന്നത്. വിനാഗിരി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം 1 ടീസ്പൂൺ നമ്മൾ വാളംപുളിയുടെ ചാറിട്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കുക. അത് രണ്ടും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ എന്തായാലും പുളിരസത്തിന് വേണ്ടിയിട്ട് ഇത് വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഉപ്പും പുളിയും എരിവും എല്ലാവരും പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത് അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ എല്ലാം പാകത്തിനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഉള്ളി ചമ്മന്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ ഇഷ്ടമായിരുന്നു ട്രൈ ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്